ഹായ് ദിസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. നാരായണീൻ്റെ മൂന്നാൺമക്കൾ. SRFT അലൂമിനസായ ശരൺ വേണുഗോപാൽ സംവിധാനം, SRFT അലൂമിനസായ അപ്പു പ്രഭാകരൻ സിനിമാറ്റോഗ്രഫി. അപ്പു പ്രഭാകരൻ, ശരൺ വേണുഗോപാൽ രണ്ടുപേരും നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. ശരൺ വേണുഗോപാലിൻ്റെ ഡിപ്ലോമ ചിത്രമായ ഒരു പാതിര സ്വപ്നം പോലെ എന്ന ചിത്രത്തിൽ ഗാർഗി അനന്തനും നാദിയ മൊയ്തുമാണ് ഉണ്ടായിരുന്നത്. അത് നാഷണൽ അവാർഡ് വിന്നിംഗ് ഫിലിമായിരുന്നു. അതേ ഗാർഗി അനന്തൻ ഈ പടത്തിലുമുണ്ട്. ഗാർഗി അനന്തൻ്റെ ഫൈൻ പെർഫോമൻസ്. മൂന്ന് ആൺമക്കളെ അഭിനയിക്കുന്നത് അലൻസിയർ ലോപ്പസ്, ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്. അതേ ഓർഡറിൽ. സുരാജാണ് ഏറ്റവും ഇളയത്. എല്ലാവരുടെയും കലക്കൻ പെർഫോമൻസ്, പ്രത്യേകിച്ച് ജോജുവിൻ്റെ വളരെ വ്യത്യസ്തമായ പെർഫോമൻസ്. ആൻഡ് ഹി ഡെലിവേഴ്സ് ഇറ്റ്. ആൻഡ് ഹൗ. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കഥാപാത്രം വളരെ വളരെ മിതത്വത്തോടു കൂടി ജോർജ് അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഗാർഗി അനന്തൻ വളരെ വളരെ അതിശയിപ്പിച്ചു. കാരണം ഈ പ്രായത്തിൽ ഇത്രയും സട്ടിലായിട്ട് എന്നാൽ ഇത്രയും സ്ട്രോങ് ആയിട്ടും ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് വളരെ വളരെ അഭിനന്ദനാർഹമാണ്. തോമസ് മാത്യുവും ഉണ്ട്. മാത്യു തോമസ് അല്ല, തോമസ് മാത്യു. ആനന്ദത്തിലൊക്കെ ഉണ്ടായിരുന്ന തോമസ് മാത്യുവും കഥാപാത്രവും ഗാർഗി ആനന്ദൻ്റെ കഥാപാത്രവും കസിൻസാണ്. അതായത് നിഖിലും ആതിരയും. ഇവരുടെ റിലേഷൻഷിപ്പാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം. പല അധ്യായങ്ങളുണ്ട് ഈ പടത്തിൽ, അങ്ങനെ കാണാം. അതിൽ വളരെ വളരെ ധൈര്യപൂർവ്വം എന്നാൽ സട്ടിലിറ്റിയോടുകൂടി കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. വളരെ 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 എനിക്കിഷ്ടപ്പെട്ടു. രണ്ടുപേരുടെ അഭിനയവും അതിമനോഹരമായിരുന്നു. ഈ പടത്തിൽ ഒരുപാട് തലങ്ങളുണ്ട്. അതായത് മക്കൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അതേ കണക്ക് തന്നെ കാസ്റ്റിൻ്റെ എലമെൻറ്റ്സ്, അതായത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൻ്റെയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെയും ഒക്കെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാം. ഇതിൽ ജോർജിൻ്റെ കഥാപാത്രം, ജോർജിനെ എല്ലാവരും പ്രത്യേകിച്ച് സഹോദരങ്ങൾ പൊട്ടൻ എന്നാണ് വിളിക്കുന്നത്. അത് ജോർജിന് ഒട്ടും ഇഷ്ടമല്ല. ജോജു അങ്ങനത്തെ ഒരു ക്യാരക്ടറും അല്ല എന്ന് പിന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം ജോർജിൻ്റെ കഥാപാത്രം കട നടത്തുന്ന ഒരു കഥാപാത്രമാണ്. നാരായണി സ്റ്റോഴ്സ് നടത്തുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ജോർജിൻ്റെ കടയിൽ ഒരാൾ കസ്റ്റമർ വന്നിട്ട് ബ്രാഹ്മിൺസ് മഞ്ഞൾപ്പൊടി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ജോർജിൻ്റെ കഥാപാത്രം പറയും ഇവിടെ എല്ലാവർക്കും ഉള്ള പൊടിയേ ഉള്ളെന്ന് പറയും, എല്ലാവർക്കും ഉള്ള സാധനമേ ഉള്ളെന്ന് പറയും. അങ്ങനെ കാസ്റ്റ് എലമെൻറ്റ്സ് വളരെ വളരെ ക്ലിയർ ആണ്. ഇതിൻ്റെ അകത്ത് കാസ്റ്റ് പൊളിറ്റിക്സ് എന്താണ് പറയുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ പല തലത്തിലൂടെ നീങ്ങുന്ന ഒരു മനോഹരമായ സിനിമ. ഇതിന് കുഴപ്പങ്ങളില്ല എന്നല്ല, കുറവുകളില്ല എന്നല്ല. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കഥ കൈവിട്ടു പോകുന്നതാണെന്ന് എനിക്ക് തോന്നി. കാരണം വാട്ട് ദ മൂവി വാണ്ട്സ് ടു ബി എന്നുള്ളതൊരു കൺഫ്യൂഷനുള്ള പോലെ തോന്നി. ഈ ഭക്ത DJ അല്ലെങ്കിൽ DJ ആയിട്ട് വരുന്ന കഥാപാത്രം, അല്ലെങ്കിൽ സുരാജ് ഒരു ഘട്ടത്തിൽ ചെയ്യാൻ ഓൾമോസ്റ്റ് പോകുന്നൊരു കാര്യം, അതൊക്കെ ക്യാരക്ടേഴ്സിന് ചേരാത്ത കാര്യങ്ങളായിട്ട് തോന്നി എനിക്ക് പേഴ്സണലി. അതുപോലെ തന്നെ സിനിമയ്ക്ക് ചേരാത്ത ചില കാര്യങ്ങളായിട്ടും തോന്നി. പ്രത്യേകിച്ച് ഈ DJയുടെ കഥാപാത്രവും DJയുടെ ആ ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെ. അതുകൂടാതെ ഇടയ്ക്ക് നൊസ്റ്റാൾജിയ കുത്തിരിക്കുന്ന കണക്ക് ഉള്ളൊരു പാട്ട്, അത് ഒരു മോശമായിട്ടൊരു പാട്ടാണ്. വള്ളിന്ന് കറക്കിയിട്ട് പോകുന്ന സഹോദരങ്ങൾ പാട്ട് പാടി അടക്കുന്നു, മാങ്ങ കഴിക്കുന്നു, അങ്ങനെ ആ ഒരു പാട്ട് വളരെ അനാവശ്യമായിട്ട് തോന്നി എനിക്ക്. അങ്ങനത്തുള്ള പാട്ടുകളില്ലാതെ പോലും, ഒരുപക്ഷെ ആ ഗിറ്റാർ വായിക്കുന്ന പാട്ട് പോലും ഇല്ലായിരുന്നെങ്കിൽ പോലും നല്ലതായിരുന്നു എന്ന് തോന്നി. ഈ നൊസ്റ്റാൾജിയ പാട്ട് തീർത്തും ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി എനിക്ക്. കാരണം ആ പടം അല്ലാതെ തന്നെ വളരെ സുഖകരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. നമുക്ക് നക്ഷത്രങ്ങൾ കാണുന്ന ആ ഒരു ഫീലിംഗ് തരുന്നൊരു പടമാണ്. മഞ്ചാടിക്കുരു, അഞ്ജലി മേനോൻ്റെ മഞ്ചാടിക്കുരു നമ്മൾ
ഓർമ്മിപ്പിക്കുന്ന ഒരു പടമാണ്. ആ ഒരു പ്രതീതി, ആ ഒരു സംതൃപ്തി നമുക്ക് കിട്ടുന്ന തരത്തിലാണ് പടത്തിൻ്റെ ഒരു ഓവറോൾ പോക്ക് പോകുന്നത്. നല്ലപോലെ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പു പ്രഭാകരൻ്റെ വളരെ നല്ല ഫ്രെയിംസ് ഉള്ളൊരു സിനിമയാണ്. ഒരു ചെറിയ റൂമിൽ അകത്ത് ക്യാമറ വെച്ച് എന്തൊക്കെ ചെയ്യാം എന്ന് അപ്പു പ്രഭാകരൻ ഇതിലൂടെ തെളിയിക്കുന്നു. അതുകൂടാതെ കുളക്കരയിലുള്ള സീൻസും കമ്പം അവർ കാണുന്ന കുളക്കരയിലുള്ള സീൻസും ഒക്കെ വളരെ വളരെ നല്ല ഷോട്ട്സാണ്, നല്ല ഫ്രെയിംസാണ്. ഈ പടത്തിൻ്റെ രചനയും ശരൺ വേണുഗോപാലാണ്. ശരണാണെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഓർമ്മ. ഇതിലെ ഡയലോഗ്സ് മിക്കപ്പോഴും വളരെ വളരെ മികച്ചതാണ്. കാരണം നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന പ്രതീക്ഷിക്കുന്ന ഡയലോഗ്സ് അല്ല പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. പ്രത്യേകിച്ച് സിനിമ അവസാനം തൊട്ട് മുമ്പ് കസിൻസായ ആതിരയും നിഖിലും തമ്മിൽ ഒരു ചെറിയ സംഭാഷണമുണ്ട്. അതിൽ ഞാൻ അവർ ഈ നിഖിൽ വന്നിട്ട് ഇതാണ് പറയാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ നിഖിൽ പറഞ്ഞത് അതേ അല്ല. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ജനറേഷനിലുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു പക്വതയുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഒരു പക്ഷേ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ പലപ്പോഴും നമ്മൾ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പടമാണ്, പലപ്പോഴും നമ്മൾ സർപ്രൈസ് ചെയ്യുന്ന ഒരു പടമാണ്. ഈ പടത്തിൽ ഉടനീളം ഹൃദയസ്പർശിയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഗ്രേറ്റ് മൊമെൻറ്റ്സ്. ദിസ് ഇസ് നോട്ട് എ ഗ്രേറ്റ് ഫിലിം, it's a good film. It's a very good film. 4 stars out of 5 for Sharan Venugopal's നാരായണീൻ്റെ 3 ആൺമക്കൾ. Thanks for watching.